ഹായ് കൂട്ടുകാരെ, ശംഖുഷ്പട്ടി തയ്യാറാക്കിയിരിക്കുകയാണ്. അതിനായിട്ട് നമുക്ക് എത്ര ആവശ്യം വെള്ളമുണ്ടോ അതിൽ ഞാനിപ്പോൾ ഇത് 1 ഗ്ലാസ് വെള്ളമാണ് എടുത്ത് തിളപ്പിച്ച് ഫസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വെച്ചിട്ടാണ്. നമ്മുടെ വീട്ടിലെ ശംഖുപുഷ്പത്തേലെ പൂ പിടിച്ചു, അപ്പോൾ അതുകൊണ്ട് അതിലൊരു 3 പൂവേ ഇട്ടിട്ടുള്ളൂ. തിളച്ച വെള്ളത്തിലിട്ടിട്ടാണ്, തിളപ്പിച്ചില്ലായിരുന്നു. തിളച്ച വെള്ളത്തിൽ കിടന്നാണ് ഇത്രയും കളറുകളായത്. എന്തൊരു മൈദാന്ന് നോക്കി. ഈ ശംഖുഷ്പട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ കൊളസ്ട്രോളിന് രക്തശുദ്ധീകരിക്കാനും ഒക്കെ ഉള്ളൊരു കഴിവുണ്ടെന്നാണ് നമ്മളറിഞ്ഞ്. ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്കും എല്ലാവർക്കും ഇത് കഴിക്കാമെന്നാണ്. ആഴ്ചയിൽ ഒരു 3 കപ്പട്ടിയെങ്കിലും. ഇത് നോക്കി എന്തൊരു ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെ കളർ ഫുള്ള് ഇളകിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തു. പിന്നെ എനിക്ക് കുടിക്കണമെന്ന് ആഗ്രഹം തോന്നിയപ്പോൾ 2-3 പൂവും കൂടെ നീലിപ്പൂ എടുത്തിട്ട് വന്ന് അതോടെ ഞാൻ അങ്ങനെ തന്നെ ഒന്ന് തിളപ്പിച്ച് നോക്കി. അതായത് ഞാൻ നല്ലതായിട്ട് കളർ ഇളകിയെന്ന് കണ്ടപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചാണ് എടുത്തത്. അപ്പോൾ നമ്മുടെ ഈ രക്തമൊക്കെ ശുദ്ധമാകട്ടെ എന്ന് കരുതിയാണ്. നമ്മൾ ഈ പഞ്ചസാരയൊക്കെ ഒരുപാട് അവോയ്ഡ് ചെയ്യണമെന്നാണല്ലോ ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ കൂടെ ശീലിക്കണം. രാവിലത്തെ ചൂട് കട്ടൻ കാപ്പിക്കൊക്കെ പകരമായിട്ട്, ചായക്ക് പകരമായിട്ടുമൊക്കെ ഇത് നമ്മൾക്ക് ശീലമാക്കണം. ഗ്രീൻ ടീയെ പോലെ തന്നെ ഇത് നല്ല നാച്ചുറലായിട്ടുള്ളൊരു ഔഷധമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ശംഖുപുഷ്പമുള്ളവർ ഇതുപോലെ ചെയ്താൽ വൃത്തിയാക്കി കഴുകി അഴുക്കൊന്നും ഇല്ലാത്തതാണെന്ന് ഉറപ്പ് വരുത്തി ഇതുപോലെ തിളച്ച വെള്ളത്തിൽ ഇട്ടോ അല്ലെ തിളപ്പിച്ചോ ഉപയോഗിക്കാവുന്നതാണ്. വേറെ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കാണുന്നവർ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കും. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കട്ടെ. നന്ദി.